ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചെറിയുള്ളി ഇട്ടിട്ടുള്ള ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെമ്മീൻ ഒന്ന് കായം പുരട്ടി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ചെമ്മീൻ എന്ന് പറയുന്നത് ചെറുതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ പകുതി നീര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വലുതാണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി. ചെറിയ ചെറുനാരങ്ങ എന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് എടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. സമയം ഉണ്ടെങ്കിൽ വെച്ചാൽ മതി. ഒരു അരമണിക്കൂർ വെച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാനിതിവിടെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് ചെമ്മീൻ ചട്ടിയുടെ എല്ലാ സൈഡിലേക്കൊന്ന് പരത്തിയിട്ട് കൊടുക്കുക. എല്ലാ സൈഡും ഒരുപോലെ റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചെമ്മീനെല്ലാം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ ചെമ്മീനായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും മൊരിയിച്ചെടുക്കുന്നത്. നിങ്ങളിപ്പോൾ വലിയ ചെമ്മീനൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത്രയും മൊരിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള റോസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 20-25 വരെ ചെറിയുള്ളി എടുക്കാം കേട്ടോ. നമ്മൾ സവാള യൂസ് ചെയ്യണില്ലല്ലോ, അതുകൊണ്ടാണ് ഇത്രയും ചെറിയുള്ളി എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പച്ചമുളകാണ് കേട്ടോ. എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ ഞാനിപ്പോൾ 1 എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ ബൾബ് വെളുത്തുള്ളി വിരിച്ചതും കൂടി വേണം. പിന്നെ ഒരു 1/2 കഷ്ണം ഇഞ്ചി വേണം കേട്ടോ. 1/2 കഷ്ണം തന്നെ മതിയാവും. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ പൊരിച്ച ചട്ടിയിൽ തന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ പൊരിച്ച ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് അതൊന്ന് പൊട്ടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ആ മിക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ പച്ച സ്മെല്ലൊക്കെ പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. പിന്നെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ചട്ടിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ എൻ്റെ കയ്യിൽ ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പാനിൽ ചെയ്യുന്നതേ ഉള്ളൂ. ചട്ടി ഉണ്ടെങ്കിൽ ചട്ടിയിൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്ന സമയത്ത് ഇതിലേക്കൊരു 1/2 ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടുന്ന വരെ. 5 മിനിറ്റിന് ശേഷം ഇത് തുറന്നിട്ടൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ.
തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കായം തേക്കുന്ന സമയത്ത് ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ള സാധാ മുളക് പൊടി, അതുകൊണ്ടാണ് ഇപ്പോൾ കാശ്മീരി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ്സോളം ചേർത്താൽ മതിയാവും കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. വെള്ളം ഒരുപാട് ഒഴിക്കൊന്നും വേണ്ട. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ കുറച്ച് സമയം. അപ്പോൾ നമ്മുടെ നല്ല നാടൻ ചെറിയുള്ളി ചെമ്മീൻ റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചെമ്മീൻ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.